എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഇന്ന് വിഷു ആയിട്ട് എല്ലാവരും കണിയൊക്കെ ഒരുക്കി രാവിലെ കണിയൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങൾ വിഷു കണി. അമ്മ അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോകാനായിട്ട് ഇറങ്ങി ഇന്ന് വിഷുവായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ടൊന്ന് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണിക്കാം. ഞങ്ങളങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അവിടെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ കയറി തൊഴുതിട്ട് വരട്ട്. പിന്നെ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതാണല്ലോ മെയിനായിട്ട് ഇന്ന് വിഷുവിനുള്ളത്. കൈനീട്ടമെല്ലാം എല്ലാവരും പിള്ളേർക്കൊക്കെ കിട്ടിക്കാണും. അപ്പം അങ്ങോട്ടൊന്ന് കയറിയിട്ട് വരട്ടെ, അമ്പലത്തിൽ തൊഴുതിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തൊഴുത് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ വൈഷ്ണയുടെ വീട്ടിലോട്ടൊന്ന് കയറി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം. ഇന്ന് ഫുള്ള് ഷർട്ട് മുണ്ടിലൊക്കെയാണ്. വിഷു അല്ലേ, പൊളിക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇതാ വൈഷ്ണയുടെ വീട്ടിലെ വിഷു കണി. ഇപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് പോവാം. ഓ, ഇത് കണ്ണനാണെങ്കിൽ ഷർട്ട് അങ്ങനെ വൈഷ്ണയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പം കാര്യവട്ടം, അതായത് എൻ്റെ ഫാമിലിയിൽ കുറച്ച് പേരെ വീട്ടിലൊക്കെ ഒന്ന് കയറി ഒന്ന് വിഷ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ ആദ്യം വല്യമ്മയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. വല്യമ്മയുടെ ഇവിടുത്തെ വിഷുവിൻ്റെ ഇത് കാണാം നമുക്ക്. നല്ലൊരു വല്യമ്മ ഹാപ്പി വിഷു. നമ്മൾ ഇപ്പം എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ അവരെങ്ങനെ വിഷു കണി വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ആരും പറഞ്ഞില്ല, പറയാതാണ് എല്ലാ വീട്ടിലും ചെല്ലുന്നത്. എല്ലാവരും ഉണ്ട് കൂടെ. നമ്മൾ കയറാൻ പോവുകയാണ് അങ്ങോട്ട്. ആരും എണീറ്റില്ലേ എന്തോ, അതതിന് എല്ലാവരും അമ്പലത്തിൽ പോയാൽ എന്തോ. ഓ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നീ കുഞ്ഞമ്മാ? ഉണ്ട്, അനക്കമുണ്ട്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇവിടെ കുഞ്ഞമ്മയുടെ വീട്ടിലെ വിഷു കണിയാണിത്. ബാബുജിന്റെ അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞേ. ബാബുജിന്റെ ഹാപ്പി വിഷു.
ഇവിടെ മിനി കുഞ്ഞമ്മ എല്ലാവർക്കും എന്താ വിഷു കഴിഞ്ഞിട്ട് കൊടുത്തോണ്ടിരിക്കും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറയും. ഈശ്വരി ഹാപ്പി വിഷു പറഞ്ഞേ. ഫസ്റ്റ് വിഷു അല്ലേ? ഇല്ല, സെക്കൻഡ്. അതെന്ത്? അപ്പൂപ്പ വാങ്ങി വെല്ലിച്ചൻ്റെ അവന് വിഷു കഴിഞ്ഞിട്ടാ കിട്ടുകയാണ്. കണ്ണാർ ഉമ്മോട്, കണ്ണാർ ഉമ്മോട്, ഒരു ഉമ്മോട്, ഒരു ഉമ്മോട്. ഇപ്പൊ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണ് വന്നത്. അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഹാപ്പി വിഷു. സത്യ തുണിയിട്ടില്ലല്ലേ? അവിടെ മത്തച്ചന്റെ കിട്ടിയപ്പോഴും ഈ അവസ്ഥയായിരുന്നു. ഹാപ്പി വിഷു. വിഷ്ണു ഹാപ്പി വിഷു. ഹാപ്പി വിഷു എല്ലാവർക്കും. കേൾവിനിമാ ഹാപ്പി വിഷു. വാടാ ഗോകുല. അടുത്തത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇനി അവിടെ എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. പോയി നോക്കാം നമുക്ക്. ഇത് ചേച്ചിയുടെ മോനാണ് ഗോകുൽ. ഹാപ്പി വിഷു. ഒരു ഹാപ്പി വിഷു പറയാടാ. ഹാപ്പി വിഷു. സിന്ധു ചേച്ചി വിളിക്കണാടേ. വെല്ലിച്ച ഹാപ്പി വിഷു. ഓ ഇത് രാവിലെ എൻ്റെ കുളിച്ചൂടെ ചേച്ചി? ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറ. അടുത്തത് നമ്മൾ വേറെ ചേച്ചിയുടെ വീട്ടിലാണ്. ഇതെല്ലാം ഈ ഇപ്പം കയറിയതെല്ലാം അടുത്തടുത്ത് തന്നെ എല്ലാവരും വീട്. ദീപൻ ചേട്ടാ പോയാ? ഇന്നുണ്ടാ? അവരിറങ്ങി. വലിയ ചേച്ചി എവിടെ? ഹാപ്പി വിഷു. അപ്പൂസേ ഹാപ്പി വിഷു. ചേട്ടാ രാവിലെ പോയാ? അത് കുഴപ്പമില്ല ചേച്ചി. കൂട് എന്ത് ചേട്ടനെ വാങ്ങിച്ചോ. അയ്യോ അവൻ ഇവിടെ അവന് എടുക്കണം. ഇവിടെ അടുത്തൊരു ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചി ഹാപ്പി വിഷു. എവിടെ 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 ഒരു ഹാപ്പി വിഷു പറഞ്ഞിട്ട് പോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി. ഇതാ ജോലി കിട്ടി ചിലവൊന്നും ചെയ്യാൻ നിൽക്കുകയാണ് ഒരുത്തൻ ഇവിടെ. അർജുൻ എടാ എടാ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അങ്ങനെ ഒരുവിധം എല്ലാ വീട്ടിലും ഞങ്ങളെ ബന്ധുക്കളെ വീട്ടിലെല്ലാം കയറി ഇറങ്ങി വിഷു കൈനീട്ടം വാങ്ങിച്ച് വിഷു കൈനീട്ടം കൊടുത്ത് നേരെ ഇനി വീട്ടിലോട്ടാണ്. ഇനി കാപ്പി കുടിക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളുണ്ട്. ഇനി ഉച്ചക്കത്തെ സദ്യ അതൊക്കെ നമുക്ക് എടുക്കണം. അങ്ങനെ അടുത്തത് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു അയൽവക്കമാണ്. അവരുടെ വീട്ടിലാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പ്രാവശ്യട്ടാ പറ ഹാപ്പി വിഷു. ആനന്ദോടെ ഹാപ്പി വിഷു. അടുത്ത നമ്മള് ഇതിലൊക്കെയാണ്. ചേട്ടാ ഹാപ്പി വിഷു. ഒരു ഹാപ്പി വിഷു. എവിടെ? എനിക്ക് നല്ല ഗ്ലാമർ. ഹാപ്പി വിഷു കേട്ടാ. അമ്മു ചേച്ചി ഹാപ്പി വിഷു. ഇപ്പൊ ഇത്രയും നിൽക്കുന്നുണ്ട്. ഓ ഇവിടെ കുറച്ച് പിള്ളേർ ഇങ്ങനെ വൈകിട്ട് കളിക്കാൻ വരുന്ന ടീമുകളൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. വലിയ പിള്ളേരാണ്, വലിയ പിള്ളേർ. നമ്മൾ ഇത്ര ഉള്ളെങ്കിലും നമുക്കങ്ങ് അറ്റമാണ് എല്ലാത്തിൻ്റെ. ഇപ്പൊ ഇവന്മാർക്കൊക്കെ ഹാപ്പി വിഷു.
കൈനീട്ടോ കിട്ടിയാടേ കൂട്ടി പറയണ്ടേ. ബാക്കി എല്ലാം ഉണ്ട്. വൈകിട്ട് വരും ഓരോരുത്തരായിട്ട്. ഇപ്പൊ നമുക്ക് ഇനി ഉച്ചക്കത്തെ സദ്യ കാണാം. ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ സദ്യയുടെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വലുതായിട്ടൊന്നുമില്ല, വളരെ ചെറുതായിട്ട്. അച്ഛനമ്മയും ഇല്ല, അവരൊക്കെ കല്യാണത്തിന് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ, വൈഷ്ണ, മോന്, പിന്നെ വല്യമ്മയുണ്ട്. അപ്പം വല്യമ്മ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഇട്ട് വെച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളായിരുന്നു. എന്തായാലും കണ്ണൻ്റെ സെക്കൻഡ് വിഷു ആണ്. അപ്പം അതും ഒരു കാരണമാണ് നമ്മൾ സദ്യ വെക്കാനായിട്ട്. ഒരുവിധമൊക്കെ നമ്മളായി സദ്യ. അപ്പം എന്തൊക്കെ കാണിക്കാം. എന്താണ് ഇത്? കിച്ചടി, അവിയൽ, പരിപ്പ്, സാമ്പാർ, പിന്നതോ അച്ചാറുകളൊക്കെ ഇരിക്കുന്നു. എല്ലാം ഉണ്ട്. മാങ്ങ, ഇഞ്ചി എല്ലാം. അച്ചാറൊക്കെ ഇന്നലെ അമ്മ ഇട്ട് വെച്ചു. ബാക്കിയെല്ലാം ഉണ്ണി ഇന്ന്, വൈഷ്ണവ് ഇന്ന് രാവിലെ റെഡിയാക്കി. പായസത്തിനുള്ളതാണോ? അടിപൊളി. ബാക്കിയെല്ലാം ആയോ പായസത്തിനുള്ള? പായസം റെഡി. ഏതാണ്? സേമിയ പായസം. സേമിയ. അടിപൊളി. വേണ്ടൊരു കൂതി അങ്ങനെ ഒരു ഗ്ലാസ് കുടിക്കാൻ തരുമോ? പിന്നെ ഉള്ളു കണ്ണാ, എനക്ക് വേണ്ട പായസം വേണ്ട. ആ ഉണ്ണി അവന് വേണമെന്ന്. ഓ ആ അമ്മ അടുത്ത് പറ, എടുത്തു തരും. അത്തേ വിളി. അച്ഛനാണ് ചോദിച്ചത്. അച്ഛൻ കുടിച്ചു. മധുരം കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ വല്യമ്മയുണ്ട്. അപ്പം വല്യമ്മയെ വിളിക്കണം. വല്യമ്മ വാ. ഇല്ല വാ, നമുക്ക് സദ്യ വേണമുണ്ട്. വാ വാ വാ. ഓ ചൂട് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ വെള്ളം കുടിച്ചതിന് കൈ കണക്കുമില്ല. ഒരുത്തെ പോണുണ്ട്. ബാ അമ്മൂമ്മ വിളി മക്കള്. ബാ എന്ന് പറ. ബാ അല്ലേ മരിക്ക്. ഓ എല്ലായി. അമ്മ എടുത്തിരിക്കാൻ പറ. ഗുഡ് ബോയ്. വിളിച്ചിരുത്തിയതുണ്ട്. ആ ഇനി അമ്മൂമ്മ ഇരിക്കണം. മക്കൾ മാറിക്കോട്ട്. അമ്മൂമ്മ ഇരിക്കട്ടെ. അയ്യപ്പോ സ്വാമി, നമുക്ക് നല്ലതായിട്ട് വല്യമ്മ കറികളൊക്കെ കുറച്ചേ ഉള്ളു. അവര് മക്കളിങ്ങ് വാ. മതിയോക്ക മതിയോക്ക അത് മതി. മതി മതി മതിയോക്ക. നമുക്ക് കഴിക്കണം. മക്കൾ കഴിച്ചാ
മക്കൾ കഴിച്ചാ പാട്ട് വെച്ച് നോക്കി ഉണ്ടാ ഇങ്ങനെയാണ് അമ്മൂമ്മ കഴിക്കണേ ഉണ്ടാ കൊച്ചിന് കൊടുക്കാം മക്കളെ അവന് അവന് കൊടുക്കാം കൊടുക്കാമല്ലേ നിങ്ങൾ ഓ മതി മതി ആ മതി 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 ആ മതി 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 കണ്ണാണ് കൊടുത്താ മക്കളെ കണ്ണൻ നമ്മൾ കഴിച്ചോണ്ടിരിക്കണം ഇവിടെ ഇവിടെ ഉണ്ണി എവിടെ ഞങ്ങളതാ അവസാനം ഞങ്ങളും കഴിക്കായിരുന്നു നീ കഴിക്കുന്നു വിശക്കുന്നു മോനെ താഴെ ഇറങ്ങ ഇറങ്ങ അങ്ങനെ ഒരു വിഷു കൂടെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ എത്രാമത്തെ വിഷു കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ വിഷു മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ നല്ല അവൻ വന്നിട്ട് രണ്ടാമത്തെ വിഷയമില്ല ആ ഓക്കെ ഓക്കെ ഇപ്രാവശ്യം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ